ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സീരിയലിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് നാളെ മറ്റന്നാളേക്ക് ആയിട്ട് കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് സെയിം തന്നെയാണ് തമിഴിലുള്ളത്. അങ്ങനെ നമ്മുടെ അനു എല്ലാവരുമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ ഏത് പെണ്ണുങ്ങളുടെ കൂടെ വേണമെങ്കിൽ പോട്ടെ, ആരുടെ കൂടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്കും ആര്യനൊക്കെ ആകെ ഷോക്കായി പോകണം. ഇത്രക്കും മീനാക്ഷിക്ക് വലിയ ഷോക്കില്ല, കാരണം സത്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ. അങ്ങനെ ആര്യനും ഗോമതി പരസ്പരം മുഖത്ത് നോക്കാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ആലോചിച്ചിട്ട് രാജശ്രീ വന്ന് അനുവിനോട് ചോദിക്കുന്നു, മോളെ നീ എന്തൊക്കെയാ പറയണത്? എനിക്ക് മനസ്സിലായി, സ്വന്തം ഭർത്താവ് വേറൊരുത്തരെ കൂടെ ബൈക്കിനെ പോയെന്ന് പറഞ്ഞപ്പോ നിനക്കത് സഹിച്ചില്ല, അതല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മോളെ വേറൊന്നല്ല, അവൻ വല്ല പെൺകുട്ടികൾക്കും ലിഫ്റ്റ് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവനെ പരിചയം പെൺകുട്ടിയായിരിക്കും. അത് നിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവിഹിതം എന്റെ അലോകിനി ഇല്ല, അവൻ അങ്ങനത്തെ ഒരു പെണ്ണ് കേസിൽ ഇല്ല മോളെ, മോൾക്കും അതറിയാവുന്ന കാര്യമല്ലേ. അപ്പോഴേക്കും അനു പറയണ്ട അപ്പച്ചി, ഞാൻ പറയാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, എല്ലാം ഞാൻ തുറന്നു പറയാൻ വേണ്ടി പോകുവാണ് എന്ന് പറയാണ്. ദേ ഇവൻ ആരുടെ കൂടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ഒരു മണ്ണാങ്കട്ടിയിലൊരു ചുക്കുമില്ല. കാരണം എന്താണെന്നറിയാവോ, ഇവൻ എന്റെ ഭർത്താവല്ല എന്ന് പറയാണ്. നീ എന്തൊക്കെയാ പറയണത് എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ, അതെ അപ്പച്ചി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഇവൻ കെട്ടിയ താലിയല്ല എന്റെ കഴുത്തിൽ കിടക്കുന്നത്, ഞാൻ തനിയെ കെട്ടിയ താലിയാണ്. ഇത് കേട്ട് ആര്യനും ആകെ ഷോക്കായിട്ട്, നീ എന്തൊക്കെയാ അനു ഈ പറയുന്നത്? ഏട്ടാ അറിയാനായിട്ടാണെങ്കിൽ ഏട്ടന് ഒരുപാട് അറിയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ബാലനും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അനു അങ്ങനെ ആ നടന്ന സംഭവങ്ങൾ തുറന്നു പറയാണ് അവരുടെ അടുത്ത് എല്ലാവർക്കും. അന്ന് അങ്ങനെ എന്റെ വിവാഹം മുടക്കണം, എന്റെ വീട്ടുകാരെ ജീവന്റെ വീട്ടിൽ മുമ്പിൽ നാണം കെടണം, ഇവന്റെ കൂടെ ഞാൻ ഒരു ദിവസം നിന്നു എന്നൊരു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഉണ്ടാക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഇവൻ എന്നെ തട്ടിക്കൊണ്ടുപോയത്. അല്ലാതെ ഇവനോ എന്നോട് പ്രണയം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇവനോട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, പിന്നീട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവന് അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവന് നമ്മുടെ ശത്രുത, അതായത് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത കൂട്ടാൻ വേണ്ടി മാത്രമാണ് എന്നെ ഉപയോഗിച്ചത്. അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ്, ഇവിടെയുള്ള സ്നേഹവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചതാണ്. അതിനുശേഷം വിവാഹം മുടക്കാൻ വേണ്ടി എന്നെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ, പിറ്റേ ദിവസം രാവിലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കും, നിന്റെ വിവാഹം മുടങ്ങും, വീട്ടുകാർ നാണം കെടും, അതിനുശേഷം ഞാൻ ഒരു അമേരിക്കക്കാരനെ വിവാഹം കഴിക്കും, കോടീശ്വരി, ഒരേ ഒരു മകൾ അച്ഛനും അമ്മക്കും, അവളെ വിവാഹം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇവൻ മാത്രം സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവന്റെ കയ്യിലെ താലി ഞാൻ അവൻ പോലും കാണാതെ കഴുത്തിലിട്ടത്. പിന്നീട് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഞാനായിട്ട് തുറന്നു പറഞ്ഞത്, അതിന് അലോകിന് ഒരു മനസ്സലിവോ ഒരു ബന്ധവും ഇല്ല, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥ മാത്രമാണിത്. ഇവൻ എന്റെ ഭർത്താവേ അല്ല, നിയമപരമായിട്ടും അല്ല, അതുപോലെ തന്നെ ഈ കഴുത്തിൽ കെട്ടിയ താലി ഇവൻ കെട്ടിയതും അല്ല എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും ഗോമതിക്കാരനൊക്കെ ആകെ ഷോക്ക് ആവാട്ടോ. മീനാക്ഷിയുടെ ഇത്രയും ഷോക്ക് ആവാതിരിക്കുമ്പോൾ ആര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത് കേട്ടൊന്നും പറയാത്തത്? ഇവള് ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു, പക്ഷേ ഇതിപ്പോ ആരോടും പറയണ്ടെന്നും അവള് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആർത്തും ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നത് എന്ന് മീനാക്ഷി ഇത്രയും പറയാണ്. ശേഷം അവിടെ എല്ലാവരും പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം. അനു തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോകുന്നുണ്ട്. കൃഷ്ണമംഗലത്തെത്തി അനുവിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നന്ദിതയും ചോദിക്കുന്നുണ്ട്, രാജശ്രീ മുത്തശ്ശിയൊക്കെ ചോദിക്കണം, മോളെ നീ വെറുതെ പറഞ്ഞതല്ലേ, അവരുടെ പ്രശ്നം വഷളാക്കണ വെറുതെ പറഞ്ഞതല്ലേ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അലോക് തന്നെയല്ലേ, നിന്റെ ഭർത്താവല്ലേ അലോകം ചോദിക്കുമ്പോ, ഇല്ല ഞാൻ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്, ഇവൻ എന്റെ ഭർത്താവല്ല, ഇവൻ എന്റെ കുടുംബക്കാർ തമ്മിലുള്ള വാശിയും ദേഷ്യവും തീർക്കാൻ വേണ്ടി മാത്രമാണ് ഇവനെ തട്ടിക്കൊണ്ടുപോയത്. ശേഷം ഇവരുടെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ താലി ഞാൻ തന്നെ എടുത്ത് എന്റെ കഴുത്തിൽ അണിഞ്ഞത്, അല്ലാതെ ഇവൻ എന്റെ ഭർത്താവേ അല്ല എന്ന് അനു പറയാണ്. അതിനുശേഷം ബാലനോട് നമ്മുടെ ഗോമതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കാൻ, നമ്മുടെ മോളുടെ ജീവിതം അവള് നമ്മളുടെ മാനം കാക്കാനും അതുപോലെ അവർക്കൊരു പണി കൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ അവളുടെ സ്ഥാനത്ത് ഏത് ബുദ്ധിയുള്ള പെണ്ണാണെങ്കിലും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അലോക് വേറെ സുഖിച്ച് ജീവിച്ചിട്ട് നമ്മുടെ പേരുദോഷം ആയി കഴിയില്ലേ, അതുകൊണ്ടിട്ടാ അവൾ അങ്ങനെ ചെയ്തത്, നമുക്കിതിന് എന്തെങ്കിലും ചെയ്യണം ബാലേട്ട എന്ന് ഗോമതി പറയുമ്പോഴാണ് ബാലൻ നമ്മുടെ അനുവിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് ദേവമംഗലത്തേക്ക് വരുന്നത്. അത് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞില്ലേ. അങ്ങനെ ദേവമംഗലത്ത് എത്തിക്കഴിയുമ്പോഴും ബാലനൊരു സമാധാനമില്ല, കാരണം തൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടില്ല, തൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നാട്ടുകാർത്തെങ്കിലും അറിയിക്കണ്ടേ. അതിനു വേണ്ടി ബാലനൊരു മൈക്കും സെറ്റൊക്കെ ഒന്ന് ഒപ്പിക്കാനായിട്ട് നാട്ടുകാർത്തായിട്ട് വിളിച്ചു കൂവി പറയാണ്, എൻ്റെ മോൾ അനുശ്രീ ഒരിക്കലും അലോകിന് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ചു പറയാണ്. അപ്പൊ ഈ നാട്ടുകാർ കുറെ പേര് ഇത് കേൾക്കുന്നുണ്ടല്ലോ, അടുത്ത നാട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് അടുത്ത വീട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ആൾക്കാർ
ആൾക്കാരെന്ന് പറഞ്ഞത് ഈ ജീവന്റെ വീട്ടുകാരായിട്ട് കുറച്ചൊരു അടുപ്പുള്ള ആൾക്കാർ. അപ്പൊ ഇവര് ആ ഒരു ജീവന്റെ വീട്ടുകാർക്ക് ഈ സംഭവങ്ങളൊക്കെ പറയാണ്, ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നു, അന്ന് നിങ്ങളുടെ വിവാഹ സമയത്ത് ഇതൊക്കെയാണ് നടന്നിരുന്നത് എന്ന് ജീവന്റെ വീട്ടിലും പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജീവനെ വീണ്ടും അനുവിനോടൊരു വലിയൊരു സ്നേഹവും കാര്യങ്ങളും, ജീവന്റെ അമ്മക്കും അച്ഛനോട് അനുവിനുള്ള ദേഷ്യമൊക്കെ മാറുക കേട്ടോ. അപ്പൊ ജീവൻ പറയണ്ട അച്ഛനോടും അമ്മയടുത്തും, എനിക്ക് അനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നു അവളെ പോലത്തെ ഒരു പെൺകുട്ടി ഒരിക്കലും ചീത്ത തെറ്റായ തീരുമാനം എടുക്കില്ലെന്ന് എന്നൊക്കെ പറയണം. അപ്പൊ അനുശ്രീക്ക് മരുമോളായിട്ട് കൂടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ജീവന്റെ അച്ഛനും അമ്മയും പറയാണ്. ഈ ദിവസം തന്നെ ജീവനും അമ്മയും കൂടി, അച്ഛനില്ല ജീവനും അമ്മയും കൂടി നേരെ ബാലനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. ആദ്യം കടയിൽ പോകും, കടയിലില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും ബാലൻ വാവ കയറിയിരിക്കുന്ന പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ജീവന്റെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സമയമില്ല, ഞങ്ങൾ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നതാണ്, അനുമോൾ ഇവിടെയാണോ അവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ട് എന്ന് പറയണം. അനുമോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അനു വരുന്നുണ്ട്. അനുവിനെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നണം ജീവനെയും അമ്മേനെയും ഫേസ് ചെയ്യാനായിട്ട്. അവരോട് അനു ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അല്ലൊന്നും ചെയ്തത്, നിങ്ങളെ ചതിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ജീവന്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, വിവാഹ സമയത്ത് എന്തൊക്കെയാ നടന്നെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എൻ്റെ മോനും ഞങ്ങളുടെ വീട്ടുകാർക്കും ഒരു ആഗ്രഹമുണ്ട്, അനുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അധികം ബാലനും കോമതിക്കും ചെറിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട്, കാരണം നല്ല വീട്ടുകാരായോണ്ടല്ലേ അവർ വീണ്ടും വന്നത്. അന്നൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ചെറിയ പ്രശ്നം ഉണ്ടായി, പക്ഷെ സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വന്നല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ജീവൻ പറഞ്ഞിട്ട്, അതെ അങ്കിളെ, എനിക്ക് അനുവിനെ അത്രമാത്രം ഇഷ്ടമാണ്, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്ക് അവളോടൊരു ദേഷ്യം മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, അങ്കിളിന് സമ്മതമാണെങ്കിൽ, ഈ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ അങ്കിള് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ജീവൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ ഗോമതിക്കും ബാലും ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിൽ അനുവിന്റെ തീരുമാനം ചോദിക്കണമല്ലോ, അനുവല്ല ഇത്രയും നാളെ ഒരു അനുഭവിച്ചത്. അപ്പൊ അനുവിനോട് ചോദിക്കുന്നുണ്ട് ബാലൻ, മോളെ അവര് വന്നത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ജീവന് വീണ്ടും താല്പര്യമാണെന്ന് പറയാനാണ് അവർ വന്നതെന്ന് പറയുമ്പോൾ അനുവോട് ചോദിക്കുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്, അതുപോലെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഗോമതിയും ബാലനും പറയണം. അനു പറയണ്ട്, വേണ്ടച്ച, അത് ശരിയാവില്ല, ഞാൻ കുറച്ച് നാൾ ഒറ്റക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കിപ്പോൾ കല്യാണവും കാര്യങ്ങളൊന്നും നോക്കണ്ട, അത് നോക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറയാം, എനിക്കറിയാം എൻ്റെ അച്ഛൻ ഏറ്റവും നല്ലൊരു ആലോചന തന്നെ എനിക്ക് വേണ്ടി കൊണ്ടുവരുള്ളൂ, അപ്പൊ അതുവരെ അച്ഛൻ എനിക്ക് സമയം തരണം, ഇപ്പൊ നോക്കണ്ട അച്ഛാ, പ്ലീസ് അച്ഛൻ, എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അപ്പൊ ശരി മോളെ, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും, ഞാൻ ജീവന്റെ വീട്ടുകാർക്ക് വിളിച്ചു പറഞ്ഞോളാം, ഇപ്പൊ നിനക്ക് കല്യാണം ഇപ്പൊ നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അതിനുശേഷം ജീവനെ വിളിച്ച് ബാലൻ പറയുന്നുണ്ട്, അവൾക്ക് ഇപ്പൊ വിവാഹത്തോട് വലിയ താല്പര്യം തോന്നണില്ല, ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ടായ പെൺകുട്ടിയല്ല, അപ്പൊ അവൾക്ക് ഇപ്പൊ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. അപ്പൊ ജീവൻ പറയണ്ട്, അവള് എപ്പോഴാണ് കല്യാണത്തിന് സമ്മതിക്കേണ്ടത്, അപ്പൊ അങ്കിൾ എപ്പോഴാണ് എന്നെ വിളിച്ചെന്ന് പറയുമ്പോൾ മോൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, മോനെ നല്ലൊരു ജീവിതം വരുവാണെങ്കിൽ മോൻ സമ്മതിച്ചിട്ട് ആ വിവാഹം കഴിക്കണം എന്നൊക്കെ ബാലൻ പറയുമ്പോൾ ജീവൻ പറയണ്ട, അങ്കിളെ, ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കണ്ട പെൺകുട്ടി അനുവാണ്, എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടുണ്ട്, എൻ്റെ ഭാര്യയായിട്ട് കണ്ട പെൺകുട്ടി അനുവാണ്, അപ്പൊ അവൾക്കൊരു കല്യാണം കണ്ട് അവള് ഒന്ന് ഓക്കെ ആകുമ്പോൾ എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ മതി, അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ കാത്തിരിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് ജീവൻ പറഞ്ഞ് ഫോം വെക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലിനെ കുറച്ചൊരു ഭയങ്കര സ്നേഹം തോന്നും കേട്ടോ ജീവനോട്, കാരണം എത്രമാത്രം നല്ല പയ്യനാണ്. അങ്ങനെ ആ ഒരു വിഷയം അവിടെ അങ്ങോട്ട് തീരാണ്. പിന്നെ ജീവനെ കാണിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ തമിഴിൽ കണ്ടിട്ട് പറഞ്ഞ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.